ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെലൻ കെല്ലറുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹെലൻ ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ലെറ്റ്സ് ബിഗിൻ അബൌട്ട് ദ ഓഥർ. ഹെലൻ കെല്ലർ 1880 to 1968 ഈസ് റിമെമ്പേർഡ് ആസ് ആൻ അഡ്വക്കേറ്റ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഹെലൻ കെല്ലറിൻ്റെ ജനനം 1880 മരണം 1968 വികലാംഗരായ ആളുകളുടെ ഒരു വക്താവായാണ് ഹെലൻ കെല്ലറെ നമ്മൾ ഓർക്കുന്നത്. ഷീ വാസ് ബോൺ ഇൻ അലബാമ, അമേരിക്ക. അമേരിക്കയിലെ അലബാമ എന്ന സ്ഥലത്താണ് ഹെലൻ കെല്ലറിൻ്റെ ജനനം. ഷീ ബിക്കേം ഡെഫ് ആൻഡ് ബ്ലൈൻഡ് വെൻ ഷീ വാസ് 19 months. ഹെലൻ കെല്ലറിന് 19 മാസം പ്രായമുള്ളപ്പോൾ ഒരു അസുഖം പിടിപെടുകയും അവരുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുകയും ചെയ്തു. ഹെലൻ ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ ടീച്ചർ ആനി സള്ളീവൻ. ആനി സള്ളീവൻ എന്ന അധ്യാപികയുടെ സഹായത്തോടെയാണ് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ ഹെലൻ പഠിച്ചത്. ഷീ ഹാസ് ഓതേർഡ് 12 books and numerous articles, including her autobiography, The Story of My Life, written at the age of 22. 12 പുസ്തകങ്ങളും ഒരുപാട് ആർട്ടിക്കിളുകളും ഹെലൻ എഴുതിയിട്ടുണ്ട്. അവരുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് 22-ാമത്തെ വയസ്സിലാണ് എഴുതിയത്. In 1984, her life story was made into a movie named The Miracle Continues. 1984 അവരുടെ ജീവിതകഥ സിനിമയാക്കി ദ മിറാക്കിൾ കണ്ടിന്യൂസ് എന്നായിരുന്നു സിനിമയുടെ പേര്. ഫസ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ ദാറ്റ് ഐ ബിഗിൻ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്. ഭയത്തോടു കൂടിയാണ് എൻ്റെ ജീവിതകഥ ഞാൻ ഇവിടെ എഴുതാൻ തുടങ്ങുന്നത്. I have, as it were, a superstitious hesitation in lifting the veil that clings about my childhood like a golden mist. എൻ്റെ കുട്ടിക്കാലവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മൂടൽ മഞ്ഞ്, അതിനെ ഹെലൻ വിശേഷിപ്പിക്കുന്നത് ഒരു ആവരണമെന്നാണ്. അത് അവിടെ നിന്ന് മാറ്റാൻ ഒരു ബുദ്ധിമുട്ട് ഹെലന് ഉണ്ടായിരുന്നു. ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി ഈസ് എ ഡിഫിക്കൽട്ട് വൺ. ആത്മകഥ എഴുതുക എന്ന ദൗത്യം വളരെ ബുദ്ധിമുട്ടേറിയതാണെന്ന് ഹെലൻ കെല്ലർ പറയുന്നു. When I try to classify my earliest impressions, I find that fact and fancy look alike across the years that link the past with the present. തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും വിലയിരുത്തുമ്പോൾ ഹെലന് ബോധ്യമാകുന്നു യാഥാർത്ഥ്യവും തോന്നലുകളും ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്ന്. ദ വുമൺ പെയിൻറ്റ്സ് എ ചൈൽഡ്സ് എക്സ്പീരിയൻസസ് ഇൻ ഹർ ഓൺ ഫാൻറ്റസി. ഒരു സ്ത്രീ അവരുടെ കുട്ടിയുടെ ജീവിതം തൻ്റെ മിഥ്യാധാരണയിൽ എങ്ങനെയാണോ ചിത്രീകരിക്കുന്നത് അതുപോലെ. എ ഫ്യൂ ഇംപ്രഷൻസ് സ്റ്റാൻഡ് ഔട്ട് വിവിഡ്ലി ഫ്രം ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്, ബട്ട് ദ ഷാഡോസ് ഓഫ് ദ പ്രസൻറ്റ് ഹൗസ് ആർ ഓൺ ദ റെസ്റ്റ്. കഴിഞ്ഞ കാലത്തുണ്ടായ കുറച്ച് സംഭവങ്ങൾ ഇന്നും ഞാൻ വളരെ പുതുമയോടെ തന്നെ ഓർക്കുന്നു. എന്നാൽ പിന്നീട് ഉണ്ടായത് ഇരുട്ട് നിറഞ്ഞ ഓർമ്മകൾ മാത്രമാണ്. ബിസൈഡ്സ്, മെനി ഓഫ് ദ ജോയ്സ് ആൻഡ് സോറോസ് ഓഫ് ചൈൽഡ്ഹുഡ് ഹാവ് ലോസ്റ്റ് ദെയർ പോയിനൻസി ആൻഡ് മെനി ഇൻസിഡൻസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ മൈ ഏർലി എഡ്യൂക്കേഷൻ ഹാവ് ബീൻ ഫോർഗോട്ടൻ ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ്. കുട്ടിക്കാലത്തുണ്ടായ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തീവ്രത ഹെലന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള നല്ല ഓർമ്മകൾ, അത് പുതിയ കണ്ടെത്തൽ, അതിൻ്റെ സന്തോഷത്തിൽ ഹെലൻ മറന്നിരിക്കുന്നു. ഹെലൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഹെലൻ്റെ മനസ്സിൽ തന്നെ വ്യക്തത കുറവാണ്. In order, therefore, not to be tedious, I shall try to present in a series of sketches only the episodes that seems to me to be the most interesting and important. തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അവ്യക്തമായ ഓർമ്മകൾ മാത്രം ഉള്ളതുകൊണ്ട് ഹെലൻ തീരുമാനിക്കുന്നു തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതും സന്തോഷമുളവാക്കുന്നതുമായ ഓർമ്മകൾ മാത്രം ഇവിടെ എഴുതാമെന്ന്. I was born on June 27, 1880 in Tuscumbia, a little town of northern Alabama. ഞാൻ ജനിച്ചത് 1880 ജൂൺ 27 നോർത്തേൺ അലബാമയിലെ ഒരു ചെറു പട്ടണമായ ടസ്കംബിയയിലാണ്. ദ ഫാമിലി ഓൺ മൈ ഫാദേഴ്സ് സൈഡ് ഈസ് ഡിസെൻഡഡ് ഫ്രം കാസ്പർ കെല്ലർ, എ നേറ്റീവ് ഓഫ് സ്വിറ്റ്സർലാൻഡ് ഹൂ സെറ്റിൽഡ് ഇൻ മെറിലാൻഡ്. ഹെലൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ കാസ്പർ കെല്ലർ സ്വിറ്റ്സർലൻഡിൽ നിന്നും അലബാമയിലേക്ക് കുടിയേറിയ വ്യക്തിയാണ്. മൈ ഫാദർ
Arthur H. Keller was a captain in the Confederate Army, and my mother, Kate Adams, was his second wife and many years younger. എൻ്റെ പിതാവായ ആർതർ എച്ച് കെല്ലർ കോൺഫെഡറേറ്റ് ആർമിയിലെ ക്യാപ്റ്റനായിരുന്നു. എൻ്റെ മാതാവായ കേറ്റ് ആഡംസ് എൻ്റെ പിതാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. വളരെ പ്രായവ്യത്യാസവും അവർ തമ്മിൽ ഉണ്ടായിരുന്നു. I lived up to the time of the illness that deprived me of my sight and hearing in a tiny house consisting of a large square room and a small one in which a servant slept. എൻ്റെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും ഇല്ലാതാക്കിയ അസുഖം വരുന്നവരെ ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ ഒരു വലിയ മുറിയും ജോലിക്കാർ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മുറിയും ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ ദ സൗത്ത് to build a small house near the homestead as an annex to be used on occasions. സ്വന്തം വീടിനോട് ചേർന്ന് തന്നെ എന്തെങ്കിലും പരിപാടികൾക്ക് ഉപയോഗിക്കാനായി ഒരു ചെറിയ വീട് നിർമ്മിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ഒരു രീതിയായിരുന്നു. സച്ച് എ ഹൗസ് മൈ ഫാദർ ബിൽറ്റ് ആഫ്റ്റർ ദ സിവിൽ വാർ ആൻഡ് വെൻ ഹീ മാരീഡ് മൈ മദർ ദേ വെൻറ്റ് ടു ലിവ് ഇൻ ഇറ്റ്. സിവിൽ വാറിനു ശേഷം എൻ്റെ പിതാവ് അതുപോലെ ഒരു വീട് നിർമ്മിച്ചു. വിവാഹത്തിനു ശേഷം എൻ്റെ പിതാവും മാതാവും ആ വീട്ടിലാണ് താമസിച്ചത്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്, ക്ലൈംബിംഗ് റോസസ് ആൻഡ് ഹണി സക്കിൾസ്. ആ ചെറിയ വീട് വ്യത്യസ്ത തരം പടർന്നു കയറുന്ന ചെടികളും റോസാപ്പൂക്കൾ കൊണ്ടും പൊതിഞ്ഞിരുന്നു. ഫ്രം ദ ഗാർഡൻ ഇറ്റ് ലുക്ക് ലൈക്ക് ആൻ ആർബർ. അത് പുറമേ നിന്ന് നോക്കിയാൽ ഒരു വള്ളിക്കുടിലാണെന്ന് തോന്നും. The little porch was hidden from view by a screen of yellow roses and southern smilax. പോർച്ച് ആകട്ടെ മഞ്ഞ റോസാ ചെടിയും സദേൺ സ്മിലാക്സ് എന്ന ചെടിയാലും മൂടപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് ദ ഫേവറേറ്റ് ഹോൺ ഓഫ് ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബീസ്. അവിടം പക്ഷികളുടെയും തേനീച്ചകളുടെയും ഇഷ്ടകേന്ദ്രമായിരുന്നു. The Keller homestead where the family lived was a few steps from our little rose bower. കെല്ലർ ഫാമിലി താമസിച്ചിരുന്ന പുരയിടം ഞങ്ങളുടെ റോസ് ബവറിൻ്റെ അടുത്തു തന്നെയായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് ഐവി ഗ്രീൻ ബിക്കോസ് ദ ഹൗസ് ആൻഡ് ദ സറൗണ്ടിങ് ട്രീസ് ആൻഡ് ഫെൻസസ് വെയർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി. ഇതിനെ ഐവി ഗ്രീൻ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ വിളിക്കാനുള്ള കാരണം ആ വീടും ചുറ്റുപാടിലുള്ള മരങ്ങളിലും വേലികളിലുമെല്ലാം മനോഹരമായ ഇംഗ്ലീഷ് ഐവി എന്ന ചെടി പടർന്നു പിടിച്ചിരുന്നു. ഇറ്റ്സ് ഓൾഡ് ഫാഷൻ ഗാർഡൻ വാസ് എ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ഈ പുരാതന ശൈലിയുള്ള പൂന്തോട്ടം കുട്ടിക്കാലത്തെ എൻ്റെ സ്വർഗമായിരുന്നു. Even in the days before my teacher came, I used to feel along the square stiff boxwood hedges and, guided by the sense of smell, would find the first violets and lilies. ഹെലൻ്റെ ജീവിതത്തിലേക്ക് ആനി സള്ളീവൻ എന്ന ടീച്ചർ വരുന്നതിന് മുൻപേ തന്നെ ഹെലനെ പുറം ലോകത്തേക്ക് നയിച്ചിരുന്ന കാര്യങ്ങളാണ് സുഗന്ധങ്ങളും വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികളും. അതിനെയെല്ലാം തൊട്ടും സുഗന്ധങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് അതിനെ പിന്തുടർന്നുമാണ് പൂന്തോട്ടത്തിലെ വയലറ്റ് ചെടികളുടെയും ലില്ലിപ്പൂക്കളുടെയും അടുത്ത് ഹെലൻ എത്തിയിരുന്നത്. ദയർ too, after a fit of temper, I went to find comfort and to hide my hot face in the cool leaves and grass. തൻ്റെ മാതാപിതാക്കളോട് വഴക്കിട്ട് കഴിഞ്ഞാൽ ഹെലൻ തൻ്റെ ദേഷ്യം ശമിപ്പിക്കുന്നതിനായി കൂട്ടുപിടിച്ചിരുന്നത് പൂന്തോട്ടത്തിലെ ഇലകളെയും പുല്ലുകളെയുമാണ്. വാട്ട് ജോയ് ഇറ്റ് വാസ് ടു ലോസ് മൈസെൽഫ് ഇൻ ദാറ്റ് ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ്. പൂക്കൾ നിറഞ്ഞൊരു പൂന്തോട്ടത്തിലൂടെ സ്വയം മറന്ന് നടക്കുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ടു വാണ്ടർ ഹാപ്പിലി ഫ്രം സ്പോട്ട് ടു സ്പോട്ട്. ഗാർഡനിലെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വെറുതെ നടക്കുന്നതും. അണ്ടിൽ കമ്മിങ് സഡൻലി അപ്പോൺ എ ബ്യൂട്ടിഫുൾ വൈൻ. അങ്ങനെ നടന്ന് പടർന്നു കയറുന്ന ഒരു ചെടിയുടെ അരികിലെത്തി. ഐ റെക്കഗ്നൈസ് ഇറ്റ് ബൈ ഇറ്റ്സ് ലീവ്സ് ആൻഡ് ബ്ലോസംസ്. കാഴ്ചയില്ലാത്ത ഹെലൻ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഇലകളും പൂക്കളും സുഗന്ധവും കൊണ്ട്. ആൻഡ് ന്യൂ ഇറ്റ് വാസ് എ വൈൻ വിച്ച് കവേർഡ് ദ ടംബിൾ ഡൗൺ സമ്മർ ഹൗസ് അറ്റ് ദ ഫാർദർ എൻഡ് ഓഫ് ദ ഗാർഡൻ. ടംബിൾ ഡൗൺ സമ്മർ ഹൗസിൻ്റെ മീനിങ് മരം കൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ച നശിച്ചു വീഴാറായ ചെറിയ വീട് എന്നാണ്. ഹെലൻ അങ്ങനെ പൂന്തോട്ടത്തിലൂടെ നടന്ന് ഈ കൊച്ചു വീടിൻ്റെ അരികിലെത്തി. ഹിയർ ഓൾസോ വെയർ ട്രെയിലിംഗ് ക്ലമാറ്റിസ്, ഡ്രൂപ്പിംഗ് ജാസ്മിൻ ആൻഡ് സം റെയർ സ്വീറ്റ് ഫ്ലവേഴ്സ് കോൾഡ് ബട്ടർഫ്ലൈ ലില്ലീസ്. ബിക്കോസ്
Their fragile petals resemble butterflies' wings. ഹെലൻ എത്തിച്ചേർന്ന സമ്മർ ഹൗസിൻ്റെ അടുത്തായും ട്രെയിലിംഗ് ക്ലമാറ്റിസ്, ജാസ്മിൻ എന്നീ ചെടികളും വിരളമായി കാണപ്പെടുന്ന ബട്ടർഫ്ലൈ ലില്ലി ചെടികളുമുണ്ട്. ബിക്കോസ് their fragile petals resemble butterflies' wings. ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ പോലെ ദുർബലമായ ഇതളുകൾ ഉള്ളതുകൊണ്ടാണ് ബട്ടർഫ്ലൈ ലില്ലീസ് എന്ന പേര് വരാൻ കാരണം. ബട്ട് ദ റോസസ് ദേ വെയർ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ മറ്റു ചെടികളും പൂക്കളെക്കാളും ഹെലന് ഇഷ്ടം റോസാപ്പൂവായിരുന്നു. Never have I found in the greenhouses of the north such heart-satisfying roses as the climbing roses of my southern home. സൗത്ത് അമേരിക്കയിലുള്ള വീട്ടിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് താമസം മാറിയ ശേഷം പടർന്നു കയറുന്ന റോസാ ചെടികൾ ഹെലൻ കണ്ടിട്ടേയില്ല. They used to hang in long festoons from our porch, filling the whole air with their fragrance, untainted by any earthly smell. തങ്ങൾ താമസിച്ചിരുന്ന പഴയ വീട്ടിലെ പോർച്ചിൽ ക്ലൈംബിംഗ് റോസസ്, പടർന്നു കയറുന്ന റോസാ ചെടികൾ തോരണം പോലെ തൂങ്ങിക്കിടന്നിരുന്നു. ഫില്ലിംഗ് ദ ഹോൾ എയർ വിത്ത് ദെയർ ഫ്രാഗ്രൻസ്. ആ പരിസരം മുഴുവനും കാറ്റിലും എല്ലാം ഈ റോസാ ചെടികളുടെ സുഗന്ധം നിറഞ്ഞിരുന്നു. അൺചെയിൻഡ് ബൈ എനി എർത്തി സ്മെൽ. വളരെ പരിശുദ്ധമായ സുഗന്ധമായിരുന്നു ഈ റോസാ പുഷ്പങ്ങൾക്ക്. ആൻഡ് ഇൻ ദ ഏർലി മോർണിംഗ് വാഷ്ഡ് ഇൻ ദ ഡ്യൂ ദേ ഫെൽ സോ സോഫ്റ്റ് സോ പ്യുവർ. രാവിലെ എഴുന്നേറ്റ് ഈ റോസാ പുഷ്പങ്ങളെ തൊട്ടു നോക്കുമ്പോൾ അവ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നുണ്ടാകും. ദേ ഫെൽറ്റ് സോ സോഫ്റ്റ് സോ പ്യുവർ. ഈ റോസാ പുഷ്പങ്ങൾ ഹെലന് മൃദുവായും പരിശുദ്ധമായും അനുഭവപ്പെട്ടു. I could not help wondering if they did not resemble the asphodels of God's garden. ഈ റോസാ പൂക്കളുടെ സുഗന്ധവും പരിശുദ്ധതയും ഒക്കെ അറിഞ്ഞപ്പോൾ ഹെലന് മനസ്സിൽ തോന്നുമായിരുന്നു, ഇത് ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലുണ്ടായ ആസ്ഫഡൽസ് തന്നെയാണോ എന്ന്. ആസ്ഫഡൽസ് എന്നാൽ ലില്ലിച്ചെടികളാണ്. The beginning of my life was simple and much like every other little life. ഹെലൻ കെല്ലർ എങ്ങനെയാണ് അവരുടെ ജീവിതം തുടങ്ങിയത് എന്ന് പറയുന്നു. മറ്റ് എല്ലാ കുട്ടികളെയും പോലെ തന്നെയായിരുന്നു ഹെലനും. I came, I saw, I conquered as a first baby in the family always does. കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാണ് ഹെലൻ. സോ എല്ലാവർക്കും പ്രത്യേക താല്പര്യമായിരിക്കും ആദ്യത്തെ കുട്ടിയോട്. I came, I saw, I conquered. വന്നു, കണ്ടു, കീഴടക്കി. ഇത് ജൂലിയസ് സീസർ പറഞ്ഞിട്ടുള്ള പ്രശസ്തമായ വാചകമാണ്. അതാണ് ഹെലൻ കുടുംബത്തിലേക്കുള്ള തൻ്റെ വരവിനെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഹെലൻ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് എത്രമാത്രം സ്പെഷ്യലായിരുന്നു എന്ന്. There was the usual amount of discussion as to a name for me. ഹെലൻ ജനിച്ച ശേഷം പേര് കണ്ടെത്തുന്നതിനായി ഒരുപാട് ചർച്ചകളും നടന്നിട്ടുണ്ട്. The first baby in the family was not to be lightly named. Everyone was emphatic about that. കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാൽ പോരാ, പേര് കണ്ടെത്തുന്നതിന് എല്ലാവരും ഒരുപോലെ ഊന്നൽ കൊടുത്തിരുന്നു. My father suggested the name of Mildred Campbell, an ancestor whom he highly esteemed. ഹെലൻ്റെ പിതാവ് നിർദ്ദേശിച്ച പേരാണ് മിൽഡ്രഡ് ക്യാമ്പൽ. ഈ പേര് അദ്ദേഹം നിർദ്ദേശിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പൂർവികൻ്റെ പേരായിരുന്നു. ഹും ഹി ഹൈലി എസ്റ്റീംഡ്. വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആൻഡ് ഹി ഡിക്ലൈൻ ടു ടേക്ക് എനി ഫർദർ പാർട്ട് ഇൻ ദ ഡിസ്കഷൻ. ഹെലൻ്റെ പിതാവ് കണ്ടെത്തിയ മിൽഡ്രഡ് ക്യാമ്പൽ എന്ന പേരിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ഇനി കുട്ടിക്ക് പേരിടുന്ന ചർച്ചകളിൽ താൻ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം അറിയിക്കുന്നു. മൈ മദർ സോൾവ് ദ പ്രോബ്ലം by giving it as her wish that I should be called after her mother, whose maiden name was Helen Everett. ഈ പേരിടലിൻ്റെ തർക്കം ഹെലൻ്റെ അമ്മ പരിഹരിക്കുകയാണ്. എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഹെലൻ്റെ അമ്മയായ കെയ്റ്റ് ആഡംസിൻ്റെ അമ്മയുടെ പേര് ഹെലൻ എവററ്റ് എന്നായിരുന്നു. കെയ്റ്റ് ആഡംസിൻ്റെ അമ്മയുടെ വിവാഹത്തിന് മുൻപുള്ള പേരായിരുന്നു ഹെലൻ എവററ്റ്. ഈ പേര് തൻ്റെ കുട്ടിക്ക് ഇടണമെന്ന് ഹെലൻ്റെ അമ്മ നിർദ്ദേശിച്ചു. But in the excitement of carrying me to church, my father lost a name on the way very naturally, since it was one in which he had declined to have a part.
ഹെലൻ്റെ പിതാവ് കുഞ്ഞു ഹെലനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അമ്മ നിർദ്ദേശിച്ച പേര് മറന്നുപോകുന്നു. വെരി നാച്ചുറലി സിൻസ് ഇറ്റ് വാസ് വൺ ഇൻ വിച്ച് ഹി ഹാഡ് ഡിക്ലൈൻ ടു ഹാവ് എ പാർട്ട്. സ്വാഭാവികമായും അദ്ദേഹം മറന്നുപോകും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ പൂർവികൻ്റെ പേരാണ് ഹെലനു വേണ്ടി അദ്ദേഹം കണ്ടെത്തിയതും ഇനി പേരിനു വേണ്ടിയുള്ള ചർച്ചകളിൽ താൻ പങ്കെടുക്കില്ല എന്നും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വെൻ ദ മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം ഫോർ ഇറ്റ് ഹി ജസ്റ്റ് റിമെമ്പേർഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഡിസൈഡ് ടു കോൾ മീ ആഫ്റ്റർ മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഹി ഗേവ് ഹർ നെയിം ആസ് ഹെലൻ ആഡംസ്. അദ്ദേഹം പള്ളിയിലെത്തി പേരിടൽ ചടങ്ങുകൾ തുടങ്ങിയ ശേഷം വികാരി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പേര് ഹെലൻ ആഡംസ് എന്നാണ്. പേരിടൽ ചർച്ചകളിൽ നിന്ന് അദ്ദേഹം പിന്മാറിയ കാരണം ഹെലൻ എവററ്റ് എന്ന പേരിലെ ഹെലനും ഹെലൻ്റെ അമ്മയായ കെയ്റ്റ് ആഡംസിൻ്റെ ആഡംസ് എന്ന പേരും കൂട്ടിച്ചേർത്താണ് അദ്ദേഹം പേര് പറഞ്ഞത്. എന്ത് പേരാണ് കുട്ടിക്ക് ഇടേണ്ടതെന്ന് അദ്ദേഹം മറന്നുപോയിരുന്നു. പള്ളിയിലെ അച്ഛൻ അല്ലെങ്കിൽ വികാരിയാണ് ഇവിടെ മിനിസ്റ്റർ എന്ന് പറയുന്നത്. പ്രീസ്റ്റ്, മിനിസ്റ്റർ എല്ലാം പള്ളിയിലെ അച്ഛനെയാണ് ഉദ്ദേശിക്കുന്നത്. I am told that while I was still in long dresses, I showed many signs of an eager, self-asserting disposition. ഹെലൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നുവെന്ന് ഹെലനോട് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ ആകാംക്ഷ നിറഞ്ഞ, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഹെലൻ എന്ന് മുതിർന്ന ശേഷം ഹെലനോട് പലരും പറഞ്ഞിട്ടുണ്ട്. എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡു ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ്. മറ്റുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം താനും ചെയ്യണം, അനുകരിക്കണം എന്ന് ഹെലന് നിർബന്ധമുണ്ടായിരുന്നു. At 6 months, I could pipe out howdy, and one day I attracted everyone's attention by saying tea, tea, tea quite plainly. 6 മാസം പ്രായമുള്ളപ്പോൾ ഹെലൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു. ഹൗ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ ഡു യു ഡു എന്നതിനെ ചുരുക്കി പറയുന്നതാണ്. ആൻഡ് വൺ ഡേ ഐ അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ ബൈ സേയിങ് ടീ 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 ക്വൈറ്റ് പ്ലെയിൻലി. ഒരു ദിവസം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ടീ 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 എന്ന വാക്ക്. Even after my illness, I remembered one of the words I had learned in these early months. ഹെലന് അസുഖം വന്നതിനു ശേഷവും തുടർന്നുള്ള മാസങ്ങളിലും ഹെലൻ പറഞ്ഞ വാക്കുകൾ ഹെലന് ഓർമ്മയുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ ആൻഡ് ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദാറ്റ് വേർഡ് ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. ഹെലൻ അസുഖബാധിതയായി സംസാരശേഷി നഷ്ടപ്പെട്ട ശേഷവും ഓർക്കുന്ന ഒരു വാക്കാണ് വാട്ടർ. അത് എങ്ങനെയൊക്കെയോ ഹെലൻ ഉച്ചരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ സീസ്ഡ് മേക്കിംഗ് ദ സൗണ്ട് വാ വാ ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേർഡ്. വാ വാ എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഹെലൻ നിർത്തി. എപ്പോഴാണ് നിർത്തിയത്? ഒരു വാക്ക് എന്താണ്, എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് ഹെലൻ ഇതുപോലെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് നിർത്തിയത്. They tell me I woke the day I was a year old. 1 വയസ്സായപ്പോഴാണ് ഹെലൻ നടന്നു തുടങ്ങിയത് എന്നാണ് മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ആൻഡ് വാസ് ഹോൾഡിംഗ് മീ ഇൻ ഹർ ലാപ്പ്. ഹെലനെ കുളിപ്പിച്ച് അമ്മ ഹെലനെ ബാത്ത് ടബിൽ നിന്ന് പുറത്തേക്ക് എടുത്ത ശേഷം മടിയിലിരുത്തി. വെൻ ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിംഗ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. പെട്ടെന്ന് ഹെലൻ കാറ്റിലാടുന്ന ഇലകളുടെ നിഴൽ തറയിൽ കാണുകയാണ്. അത് എന്താണെന്ന് അറിയാതെ അതിനെ പിടിക്കാനായി ഇറങ്ങിയോടി. ദ ഇമ്പൾസ് ഗോൺ. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ്. പെട്ടെന്ന് ബാലൻസ് തെറ്റി ഹെലൻ താഴെ വീഴുകയും എടുക്കാൻ വേണ്ടി കരയുകയും ചെയ്തു. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഈ സന്തോഷകരമായ കാലം അധിക നാൾ നീണ്ടുനിന്നില്ല. വൺ ബ്രീഫ് സ്പ്രിംഗ് മ്യൂസിക്കൽ വിത്ത് എ സോങ് ഓഫ് റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ്, വൺ സമ്മർ റിച്ച് ഇൻ ഫ്രൂട്ട് ആൻഡ് റോസസ്, വൺ ഓട്ടം ഓഫ് ഗോൾഡ് ആൻഡ് ക്രിംസൺ സ്പ്രെഡ് ബൈ ആൻഡ് ലെഫ്റ്റ് ദെയർ ഗിഫ്റ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ആൻ ഈഗർ ഡിലൈറ്റഡ് ചൈൽഡ്.
ഹെലന് ഓർമ്മയുണ്ടായിരുന്ന 19 മാസക്കാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വൺ ബ്രീഫ് സ്പ്രിംഗ്, ഒരു വസന്തകാലത്തെക്കുറിച്ച്. മ്യൂസിക്കൽ വിത്ത് എ സോങ് ഓഫ് റോബിൻ, റോബിൻ പക്ഷിയുടെ പാട്ട്. ആൻഡ് മോക്കിംഗ് ബേർഡ്, മറ്റു പക്ഷികളെ അനുകരിച്ചു പാടുന്ന പക്ഷികൾ. അതെല്ലാം ഹെലൻ ഓർക്കുന്നു. വൺ സമ്മർ റിച്ച് ഇൻ ഫ്രൂട്ട് ആൻഡ് റോസസ്, പഴങ്ങളും റോസാപ്പൂക്കളും നിറഞ്ഞൊരു വേനൽക്കാലം. One autumn of gold and crimson sped by and left their gift at the feet of an eager, delighted child. ഒരു ശരത്കാലം, ചുവന്ന ഇലകളും എല്ലാം താഴെ വീണ് കിടക്കുന്ന ശരത്കാലം. അസുഖം വരുന്നതിന് മുൻപുള്ള ഈ 19 മാസക്കാലം പ്രകൃതിയിലുള്ള എല്ലാ മാറ്റങ്ങളും സന്തോഷവും ഹെലൻ അനുഭവിച്ചു. Then, in the dreary month of February, came the illness which closed my eyes and ears and plunged me into the unconsciousness of a newborn baby. ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് ഹെലന് അസുഖം ബാധിച്ച ദുഃഖം നിറഞ്ഞ ഫെബ്രുവരി മാസത്തെക്കുറിച്ചാണ്. വിച്ച് ക്ലോസ്ഡ് മൈ ഐസ് ആൻഡ് ഇയേഴ്സ്. ഈ അസുഖം മൂലം ഹെലൻ്റെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും നഷ്ടപ്പെട്ടു. ആൻഡ് plunged me into the unconsciousness of a newborn baby. ഒരു ചെറിയ കുട്ടിയുടെ അബോധാവസ്ഥയിലേക്ക് ഹെലനെ തള്ളിവിട്ട അസുഖം വന്നത് ഫെബ്രുവരിയിലാണ്. ദേ കോൾഡ് ഇറ്റ് അക്യൂട്ട് കൺജസ്റ്റൻ ഓഫ് ദ സ്റ്റൊമക് ആൻഡ് ബ്രെയിൻ. ഹെലന് ബാധിച്ച അസുഖത്തിൻ്റെ പേരാണ് ഈ വാചകത്തിൽ പറയുന്നത്. അക്യൂട്ട് കൺജസ്റ്റൻ ഓഫ് ദ സ്റ്റൊമക് ആൻഡ് ബ്രെയിൻ. ദ ഡോക്ടർ തോട്ട് ഐ കുഡ് നോട്ട് ലീവ്. ഹെലനെ ചികിത്സിച്ച ഡോക്ടർ അന്ന് പറഞ്ഞത് ഹെലൻ ഇനി ജീവിക്കില്ല എന്നാണ്. ഏർലി വൺ മോർണിംഗ് ഹൗഎവർ ദ ഫീവർ ലെഫ്റ്റ് മീ ആസ് സഡൻലി ആൻഡ് മിസ്റ്റീരിയസ്ലി ആസ് ഇറ്റ് ഹാഡ് കം. ഹെലന് എങ്ങനെയാണോ ഈ പനി പിടിപെട്ടത് അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ ഈ പനി, ഈ അസുഖം അപ്രത്യക്ഷമായി. There was great rejoicing in the family that morning, but no one, not even the doctor, knew that I should never see or hear again. ഹെലൻ്റെ അസുഖം മാറിയപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. പക്ഷേ ഡോക്ടറിന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഹെലന് ഇനി കാഴ്ചയോ കേൾവി ശക്തിയോ ഉണ്ടാകില്ല എന്നത്. I fancy I still have confused recollections of that illness. ആ അസുഖത്തിൻ്റെ എന്തൊക്കെയോ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഹെലൻ പറയുന്നു. I especially remember the tenderness with which my mother tried to soothe me in my waking hours of fret and pain. അസുഖബാധിതയായ കുഞ്ഞു ഹെലനെ അമ്മ വളരെ ശ്രദ്ധയോടെ സ്നേഹത്തോടെ നോക്കിയിരുന്നു എന്ന് ഹെലൻ പ്രത്യേകിച്ച് ഓർക്കുന്നു. And the agony and bewilderment with which I awoke after a tossing half sleep and turned my eyes, so dry and hot, to the wall, away from the once loved light, which came to me dim and yet more dim each day. ഹെലന് തൻ്റെ കാഴ്ചശക്തി പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ഹെലനെ ആശ്വസിപ്പിക്കുന്നത് ഹെലൻ്റെ അമ്മയാണ്. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ്, ഇഫ് ഇൻഡീഡ് they be memories, it all seems very unreal, like a nightmare. പക്ഷേ ഈ ഓർമ്മകൾ എല്ലാം തന്നെ വളരെ ക്ഷണികമായിരുന്നു എന്നാണ് ഹെലൻ പറയുന്നത്. ഇഫ് ഇൻഡീഡ് ദേ ബി മെമ്മറീസ്, ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ. ഈ ഓർമ്മകൾ എല്ലാം തന്നെ നടന്ന സംഭവമാണോ എന്നും ഹെലൻ സംശയിക്കുന്നു. ഈ ഓർമ്മകൾ യഥാർത്ഥത്തിൽ നടന്നതല്ല എന്ന് ഹെലന് തോന്നുന്നു. ലൈക്ക് എ നൈറ്റ് മെയർ, ഒരു പേടി സ്വപ്നം പോലെയാണ് തോന്നുന്നത്. Gradually, I got used to the silence and darkness that surrounded me and forgot that it had ever been different until she came, my teacher, who was to set my spirit free. ജീവിതത്തിലേക്ക് കടന്നു വന്ന നിശബ്ദതയോടും അന്ധതയോടും ഹെലൻ പതിയെ പതിയെ പൊരുത്തപ്പെട്ടു തുടങ്ങി. തൻ്റെ ചുറ്റിലും ശബ്ദവും വെളിച്ചവും ഉണ്ടായിരുന്നു എന്ന കാര്യം ഹെലൻ മറന്നു തുടങ്ങി. അണ്ടിൽ ഷീ കെയിം മൈ ടീച്ചർ ഹൂ വാസ് ടു സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. ആനി സള്ളീവൻ എന്ന ടീച്ചർ ഹെലൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതുവരെ ഹെലൻ ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ ഒരു ലോകത്തായിരുന്നു. ആനി സള്ളീവൻ വന്നതിന് ശേഷമാണ് ഈ തടവറയിൽ
കല്ലറയിൽ നിന്നും ഹെലൻ്റെ ആത്മാവിനെ മോചിപ്പിച്ചത്. But during the first 19 months of my life, I had caught glimpses of broad, green fields, a luminous sky, trees and flowers, which the darkness that followed could not wholly blot out. ഹെലൻ്റെ ജീവിതത്തിൽ കാഴ്ചയുണ്ടായിരുന്ന 19 മാസം ഹെലൻ ഒരുപാട് കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു. I had caught glimpses of broad green fields, പച്ചപ്പ് നിറഞ്ഞ പാടം, എ ലൂമിനസ് സ്കൈ, വെളിച്ചം നിറഞ്ഞ ആകാശം, ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, പൂക്കളും മരങ്ങളും, ഇവയെല്ലാം ഹെലൻ ആസ്വദിച്ചിരുന്നു. വിച്ച് ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ഔട്ട്. ഹെലൻ്റെ ജീവിതത്തിലേക്ക് അസുഖത്തിൻ്റെ രൂപത്തിൽ വന്ന ആ ഇരുട്ടിന് ഈ കാഴ്ചകളെ മുഴുവനായും തുടച്ചു നീക്കാൻ സാധിച്ചില്ല. If we have once seen, the day is ours, and what the day has shown. ഒരു തവണ നമ്മൾ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് എന്നേക്കുമായി നമ്മുടേത് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് അത് എടുത്തു മാറ്റാൻ കഴിയില്ല. ഹെലൻ കെല്ലറുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.